വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഡാറ്റാസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റാസ് ഒക്കെ നമ്മൾ ഗവൺമെന്റുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം അത് സേഫ് ആൻഡ് സെക്യൂർ എന്നൊറ്റ റീസൺ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഷെയർ ചെയ്യാറ്. എന്നാൽ അതൊക്കെ സേഫ് തന്നെയാണ്. കാരണം 2021 കൊറോണയുടെ സമയത്ത് നമുക്കറിയാം നമ്മളുടെ കുറെ ഹെൽത്ത് ഡാറ്റാസ് ഒക്കെ ഡാർക്ക് വെബിൽ സെൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അത് 2021 എന്നാൽ ഇത് 2024 നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് വെബിലൊന്നും പോകണ്ട, ജസ്റ്റ് ടെലിഗ്രാം ചാനലിൽ കയറിയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ പരിവാഹൻ പോർട്ടൽ ഉണ്ട്. പരിവാഹൻ പോർട്ടൽ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇതിലെ റിപ്പോർട്ട്, ഈ പരിവാഹൻ പോർട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് വെഹിക്കിൾ ഡീറ്റെയിൽസ്, ഓണറിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് പേർക്കാണ്, രണ്ട് ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്, രണ്ടാമത് MVD നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഈ രണ്ട് പേർക്ക് ഇതിലെ ഡീറ്റെയിൽസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഉള്ള മുഴുവൻ വിവരങ്ങളും, അതായത് പരിവാഹൻ പോർട്ടലിലുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ ടെലിഗ്രാമിൽ ഒരു ബോട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, അതായത് നമുക്ക് ജസ്റ്റ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ ബോട്ടിൽ കയറിയിട്ട് ഏതാണ് വേണ്ടത് നമുക്ക് അതിന്റെ വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെഹിക്കിളിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഓണറിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതുപോലെ ചെല്ലാൻ അടച്ച കാര്യങ്ങളൊക്കെ, അതിന്റെ ഒക്കെ മുഴുവനായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു ബോട്ടിൽ നിന്ന് കിട്ടാം. ഇത് എവിടെയെങ്കിലും കണ്ടക്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. കാരണം ഞാൻ പേഴ്സണലി ഇത് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് സത്യമാണോ എന്നുള്ള കാര്യം. കാരണം എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ കയറി കഴിഞ്ഞാൽ അവർ പറയും വെഹിക്കിൾ നമ്പർ പുറമെ ഫസ്റ്റത്തെ 2 വെഹിക്കിൾ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കിട്ടും. അതിനുശേഷം ഒന്നെങ്കിൽ ആരെങ്കിലും നമ്മൾ ഇത് ഈ ഒരു ചാനൽ റെഫർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് അടുത്ത അഡ്രസ്സസ് മീൻസ് ഇൻഫർമേഷൻസ് കിട്ടുകയുള്ളൂ. ഇതിൽ നിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ടെലിഗ്രാം ചാനലിൽ ഉള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 36,000 സംതിങ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടിൽ മന്ത്ലി യൂസേഴ്സ് എന്ന് പറയുന്നത് 61,000 സംതിങ് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പെർ മന്ത്. അതായത് അത്രയും വൾണറബിൾ ആണ് സിറ്റുവേഷൻ. ഇതിൽ ഞെട്ടിക്കുന്ന ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഗവൺമെന്റിന് ഇതുവരെ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ സൈബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഎഫിഷ്യൻസിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഇത് അറിഞ്ഞിട്ട് അറിയില്ല എന്ന് വെക്കുന്നു, അതായത് സീക്രട്ട് ആയിട്ട് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഡെമോക്രസിക്ക് എതിരാണ്. കാരണം ഡെമോക്രസിന്റെ ഒരു വലിയൊരു വാല്യൂ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റിയാണ്. അതില്ലെങ്കിൽ ഡെമോക്രസി ഇല്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല എന്നുള്ള കാര്യം. ഇത് അത്രയും വൾണറബിൾ ആണ്. കാരണം നമ്മളുടെ ഫിനാൻഷ്യൽ, അതുപോലെ പേഴ്സണൽ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഒരു ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ അത്രയും വേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ ടെലിഗ്രാം ചാനലിന്റെയോ അല്ലെങ്കിൽ ബോട്ടിന്റെയോ വിവരങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. കാരണം അത് ഇപ്പോൾ ഓൾറെഡി വൾണറബിൾ ആകുന്നത് കുറച്ചും കൂടിയും അതിന്റെ വൾണറബിലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവായ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.